വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാര്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതിലും വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ആയ ഒരു പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാനാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലെനോവയുടെ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇതാണ് ലാപ്ടോപ്പ്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് വാങ്ങിയ ലാപ്ടോപ്പാണ്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലെനോവോ എന്ന കമ്പനിയുടെ ലോഗോ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് പ്ലാറ്റിനം ഗ്രേ കളറാണ്. നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള ഏതെങ്കിലും സൈറ്റിൽ നിന്നും ഇതിൻ്റെ ബ്ലാക്ക് കളർ കൂടെ അവൈലബിൾ ആണ്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ CPU നിന്നുള്ള ഹീറ്റ് എക്സിറ്റ് ആവാനുള്ള ഒരു ഭാഗം അതിൻ്റെ ബാക്കിൽ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലാപ്ടോപ്പിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ഇൻബിൽട്ടാണ്. അതായത് നമുക്ക് പുറത്തുനിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ലാപ്ടോപ്പ് ഫുള്ളായിട്ട് അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ബാറ്ററി എടുക്കാൻ സാധിക്കൂ. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസ്ഡ് വിൻഡോ വേർഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റിക്കർ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീരിയൽ നമ്പർ, മോഡൽ നമ്പർ, ഈ ലാപ്ടോപ്പിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്കിതിലെ പോർട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചേർന്ന ഒരു LED ലൈറ്റ് കൂടിയുണ്ട്. ഇതിൽ കൂടെയാണ് നമുക്കിതിലെ ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നും ചാർജ് ലോ ആണെന്നും മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ചാർജ് കുത്തുന്ന സമയത്ത് ഇതിൽ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കും. മാത്രമല്ല ചാർജ് ഒട്ടും ഇല്ലാത്ത ടൈമിൽ ഇത് റെഡ് കളറായിരിക്കും നമുക്ക് കാണിക്കുന്നത്. മാത്രമല്ല ഇതിൽ നന്നായിട്ട് ചാർജ് ഫില്ലാവുന്ന ടൈമിൽ ഇതിലൊരു വൈറ്റ് കളറും കാണിക്കും. ഇതിൽ കൂടെ നമുക്കിതിൽ ചാർജ് കുറവാണോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൽ ചാർജ് ഫുള്ളാവും. നമ്മളിപ്പോൾ നോർമലായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എന്തെങ്കിലും ഓഫീസ് വർക്ക് അല്ലെങ്കിൽ സിനിമ അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് 5 മണിക്കൂർ വരെ ഇത് ബാറ്ററി പവർ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഗെയിം കളിക്കുന്ന സമയത്ത് ഏകദേശം അതിനനുസരിച്ച് ചാർജ് ഒരു 3 മണിക്കൂർ വരെ കുറയാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് നമുക്കിതിൽ എന്തൊക്കെ പോർട്ടുകൾ ബാക്കിയുണ്ടെന്ന് നോക്കാം. അടുത്ത ഇവിടെ ഉള്ളത് ഒരു HDMI പോർട്ടാണ്. ഇപ്പോൾ ഉള്ള എല്ലാ ലാപ്ടോപ്പുകളിലും ഉള്ള ഒരു പോർട്ടാണ് HDMI. അതായത് നമ്മളിപ്പോൾ എക്സ്റ്റേണലായിട്ട് ഏതെങ്കിലും ഒരു മോണിറ്ററിലേക്കോ സ്മാർട്ട് TV, പ്രൊജക്ടർ അങ്ങനെയുള്ള എല്ലാമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ HDMI പോർട്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു HDMI കേബിൾ തന്നെ വേണം. ഇത് ബേസിക്കലി ഒരു കണക്റ്റിംഗ് പോർട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൽ മെയിനായിട്ടുള്ള ബാക്കി 3 എന്ന് പറയുന്നത് 3 USB കണക്റ്റിംഗ് പോർട്ടാണ്. ഈ 3 പോർട്ടുകളുമായിട്ടാണ് നമ്മൾ മറ്റുള്ള ഡിവൈസ് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഈ കാണുന്ന 3 USB പോർട്ടുകൾ ആദ്യമുള്ളത് USB 2.0 പോർട്ടും ബാക്കി 2 3.0 പോർട്ടുമാണ്. അതായത് ഇപ്പോൾ പഴയ പെൻഡ്രൈവ്, USB കണക്ടർ അങ്ങനെയുള്ളതെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ പഴയ 2.0 പോർട്ടിലാണ്. പുതിയ എല്ലാ കണക്ടറും കണക്ട് ചെയ്യുന്നതും സപ്പോർട്ടാവുന്നത് 3.0 പോർട്ടിലാണ്. 2.0 വെച്ച് 3.0 കുറച്ചുകൂടി കണക്ടിവിറ്റി സ്പീഡും എല്ലാം കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ 3.0 കണക്ട് ചെയ്യാൻ പറ്റാത്ത പല ഡിവൈസും ചില സമയങ്ങളിൽ 2.0 നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 ടൈപ്പ് LED ആണുള്ളത്. അതായത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിൽ LED ചാർജുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആ ലൈറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് റൈറ്റ് സൈഡിലെ LED എന്ന് പറയുന്നത് നമ്മുടെ പവറുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ പവർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി LED ആണ്. ഇതിപ്പോൾ നന്നായി പവർ കുറയുന്ന സമയത്ത് ഇത് ബ്ലിങ്കായിട്ട് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ സഹായിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 ടൈപ്പ് കണക്ടറാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഈ മൾട്ടി കാർഡ് യൂസേജിന്, അതായത് മെമ്മറി കാർഡ് അങ്ങനെയുള്ളത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ 3mm കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഹെഡ്സെറ്റ്, ഇയർഫോണിൻ്റെ പിന്ന് അതൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ സ്പീക്കറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഈ ലാപ്ടോപ്പിൻ്റെ ബാക്കിൽ ഏറ്റവും താഴെയായിട്ടാണ് ഇതിൻ്റെ 2 സ്പീക്കേഴ്സ് ഉള്ളത്. രണ്ടും ഡോൾബി ടൈപ്പ് സ്പീക്കറാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ പുറത്തുള്ള എല്ലാ സ്ലോട്ട്സും സ്പെസിഫിക്കേഷനും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കണ്ടതുപോലെ തന്നെ ലെനോവയുടെ ഒരു ലോഗോ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടിയുണ്ട്. അതായത് അതിൻ്റെ ഇൻറ്റൽ കോർ i3 അങ്ങനെയുള്ള കുറച്ച് സ്പെസിഫിക്കേഷനാണ് അതിൽ. ഈ ഒരു മോഡൽ നമ്പർ കൂടാതെ തന്നെ മറ്റ് പ്രത്യേകതകളും മറ്റ് സ്പെസിഫിക്കേഷനുമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. അവിടെ തന്നെ ക്യാമറയ്ക്കൊരു പ്രൈവസി ഷട്ടർ എന്ന പേരിൽ സ്റ്റിക്കർ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ സ്റ്റിക്കറിൽ ഇതിൻ്റെ സ്പീക്കറിനെ പറ്റിയുള്ള ഡോൾബി സ്പെസിഫിക്കേഷൻ കൂടി ഇതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം താഴെ ഒരു QR കോഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എന്ത് ഡൗട്ടും എന്ത് പ്രോബ്ലംസും എന്തുണ്ടെങ്കിലും നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നമുക്കതിൽ രേഖപ്പെടുത്താൻ പറ്റും. മാത്രമല്ല ഇതിനെ പറ്റിയുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും വാറണ്ടി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു QR കോഡ് വെച്ച് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതിൻ്റെ ടച്ച് പാഡ് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകമായിട്ട് ഇതിൻ്റെ സ്വിച്ചുകൾ നമുക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിലും നമുക്ക് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സ്വിച്ചും ലെഫ്റ്റ് സ്വിച്ചും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇത് ഈസി ടു യൂസ് ആണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ കീബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇതൊരു നോർമൽ ടൈപ്പ് കീബോർഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് ബാക്ക് ലൈറ്റ് LED ഇല്ല. അതായത് നമ്മളിപ്പോൾ ഒരു നൈറ്റൊക്കെ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് താഴെ നിന്നൊരു LED ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാറില്ല. ആ ഒരു സ്പെസിഫിക്കേഷൻ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കീസാണ് ഇതിലുള്ളത്. നന്നായിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനും നല്ല സ്മൂത്തായിട്ട് ടൈപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. മാത്രമല്ല ഇതിന് നമ്മുടെ പവർ സ്വിച്ച് എന്ന് പറയുന്നത് കീബോർഡിൽ നിന്ന് മാറി പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിലൊരു LED ലൈറ്റ് കൂടിയുണ്ട്. അതാണ് ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ. 15.6 ഇഞ്ചാണ് ഇതിനുള്ളത്. അത്യാവശ്യം നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. മാത്രമല്ല നല്ല തിക്നെസ്സും ഈസി ആയിട്ട് നല്ല സ്മൂത്തുമാണിത്. ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രൈവസി ഷട്ടർ കൂടിയുണ്ട്. ഇതാണ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ പ്രൈവസി ഷട്ടർ ക്യാമറ എന്ന് പറയുന്നത്. ഈ ക്യാമറയുടെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ക്യാമറയുടെ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസ് മീറ്റിങ്ങിൽ വല്ലതും ആണെങ്കിൽ നമ്മൾ ഇതേപോലെ റൈറ്റിലേക്ക് പ്രസ് ചെയ്താൽ ക്യാമറ ഓൺ ആവുകയും ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്താൽ ക്യാമറ ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാമറ ഓഫാക്കി വെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്യാമറ ഓൺ ആണെങ്കിൽ ക്യാമറയുടെ സൈഡിലുള്ള ഈ ഒരു LED ലൈറ്റ് ഓൺ ആവുകയും അതിൽ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതായത് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്, മെമ്മറി, പ്രൊസസ്സർ, OS അങ്ങനെ പലതും. ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ കോർ i3 10th ജനറേഷൻ ആണ്. ഇതിന്റെ 11th ജനറേഷൻ കൂടി മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 10th ജനറേഷന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് 10110U ആണ്. ഈ ലാപ്ടോപ്പിന്റെ CPU-ന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2.1 GHz ആണ്. ഈ CPU ഇപ്പൊ വർക്ക് ചെയ്യുന്നത് 2.1 GHz ആണ്. ഇപ്പൊ നമ്മളിപ്പോ മാക്സിമം വർക്ക് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് കുറയും. ആ ടൈം ഈ ഇന്റൽ എന്നുള്ള ആ ഒരു കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് ടർബോ ബൂസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് കൂടുകയും ഇത് ഈ 2.1 എന്നുള്ളതിൽ നിന്ന് 4.1ലേക്ക് മാറി നല്ല പെർഫോമൻസ് കിട്ടാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ മെമ്മറിയെ പറ്റി സംസാരിക്കാം. ഇതിലുള്ളത് 8GB DDR4 RAM ആണ്. അത് എക്സ്പാൻഡ് ചെയ്ത് നമുക്കൊരു 12GB വരെ ആയി യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ മാക്സിമം ഈ എക്സ്പാൻഡഡ് ടൈപ്പ് ലാപ്ടോപ്പിന് വാങ്ങാൻ ശ്രമിക്കുക. അതായത് ഭാവിയിൽ നമുക്ക് ഇപ്പൊ ഈ 8GB-ന്ന് 12GB-ലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ എക്സ്പാൻഡഡ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു റാം വാങ്ങി അതിലിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ റാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2666 MHz ആണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇത് എന്ന് പറയുന്നത് വിൻഡോസ് 10ന്റെ ഹോം എഡിഷൻ 64 ബിറ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അതിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ
നമുക്കിപ്പോ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അവരോട് പറയാം, അതിനനുസരിച്ച് അത് അവർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് തരും. ഇതിന്റെ ഒരു ഗുണം എന്നുള്ളത് ആ ഒരു പൈസ നമുക്ക് ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ലാപ്ടോപ്പ് വാങ്ങിച്ചിരിക്കുന്ന ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പൈസയും കൂടി ചേർത്തിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഈ വിൻഡോസ് 10ന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ ലിനക്സിന്റെ ഡോസിന്റെ സോഫ്റ്റ്വെയർ അതിൽ നമുക്ക് ഇട്ടിട്ട് ആയിരിക്കും ഈ ലാപ്ടോപ്പ് തരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഹാർഡ് ഡിസ്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. അതായത് 1 ടെറാബൈറ്റ്സ് ഹാർഡ് ഡിസ്ക് ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇന്റൽ UHD ഗ്രാഫിക്സ് ആണ്. ഈ ലാപ്ടോപ്പിന്റെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് 39,990 രൂപയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ OSും കൂടി ചേർത്തിട്ടുള്ള പ്രൈസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്, വിത്ത് ഓൾ ടാക്സും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്ടോപ്പ് ആണ് ഇത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ഞാൻ നിങ്ങളുടെ പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഓഫ്.